പ്രകൃതിയുമായി സുതാര്യമായ ബന്ധം നിലനിർത്താൻ നമുക്ക് വേണ്ടത് സുതാര്യ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളിൽ അടുത്തത് അവിധിയാണ്. ഒന്നിനെയും മുൻവിധിക്കാതിരിക്കുക, നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കുക. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: നോൺ ജഡ്ജ്മെന്റ് കൾട്ടിവേറ്റ്സ് അണ്ടർസ്റ്റാൻഡിംഗ്, ട്രസ്റ്റ് ആൻഡ് ഇന്നർ പീസ്. അവിധി എന്നത് തെറ്റിനെയോ ശരിയെയോ നിഷേധിക്കുക എന്നതല്ല, മതിയായ ബോധവും സാഹചര്യവും ഇല്ലാതെ തിടുക്കത്തിൽ വിധി എഴുതാതിരിക്കുക എന്നതാണ്. ആദ്യം മനസ്സിലാക്കുകയും പിന്നീട് മൂല്യബോധത്തോടെ പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ബന്ധങ്ങളിൽ വിശ്വാസവും ബഹുമാനവും വളരുന്നു. ഒളിമ്പസ് ദർശനത്തിൽ അവിധി സാക്ഷിഭാവത്തിന്റെയും സഹജീവിതത്തിന്റെയും പ്രധാന മൂല്യമാണ്. ഇതാണ് ഇന്നത്തെ പ്രമേയം. നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. മറ്റുള്ളവരെ വേഗത്തിൽ വിധിക്കുന്നതിലൂടെ ബന്ധങ്ങൾ തകരുകയും മനഃശാന്തി നഷ്ടപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് അതെന്ത് എന്ന് മനസ്സിലാക്കാതെ അതിന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയെ, നമ്മുടെ മുന്നിലെത്തുന്ന സാഹചര്യത്തിന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയെ അത് ആ വിധത്തിലാക്കിയ ഒരു സാഹചര്യത്തെ, സാധ്യതയെ അറിയാതെ നാം പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനമെടുത്താൽ അതിനെയാണ് വിധിക്കൽ എന്ന് പറയുക. ഇതിങ്ങനെയാണ് എന്ന് വിധിക്കൽ. വിധി എഴുതാതെ മനസ്സിലാക്കുന്ന ജാഗ്രതയാണ് അവിധി എന്ന് പറയുന്നത്. അതിനെ വിധിക്കാതെ അതെന്തെന്ന് മനസ്സിലാക്കാനുള്ള തുറന്ന ശ്രദ്ധ. അപ്പോ ഇവിടെ അവിധി എന്ന് പറയുന്നത് തിടുക്കത്തിൽ വിധി എഴുതാത്ത മനോഭാവമാണ്. മുന്നിൽ കാണുന്നത് എന്തോ അത് ഇതാണ് എന്ന് നാം വിധിക്കുന്നു. ആ വിധിക്കുന്നത് തിടുക്കത്തിൽ ചെയ്യാതെ അതെന്തെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പാണ്. ആദ്യം മനസ്സിലാക്കാൻ തയ്യാറെടുക്കലാണ് വേണ്ടത്. അവിടെ അതെന്ത് എന്ന് നിരീക്ഷിക്കാനുള്ള മുൻഗണന നൽകേണ്ടതുണ്ട്. അവിടെ നമ്മളത് കൃത്യമായിട്ട് എന്താണെന്ന് ആ സാഹചര്യത്തെ, അതിന്റെ പശ്ചാത്തലത്തെ, അതിന്റെ പരസ്പര ബന്ധത്തെ മനസ്സിലാക്കുക. ഇപ്പോഴുള്ള ആ സാഹചര്യത്തെ അല്ലെങ്കിൽ ആ ഒരു ആശയത്തെ അതിലേക്ക് എത്തിച്ചത് എന്താകാം എന്നതിന് ഒരു വീണ്ടും വിചാരം നമുക്ക് അവിടെ ആവശ്യമാണ്. അതെന്താണ്? ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. ആ സ്ഥിതി എന്താണ് എന്നുള്ളതിന് തുറന്ന മനസ്സോടെ സ്വീകരിക്കൽ എന്നുള്ളതാണ് അവിധിയുടെ അടിസ്ഥാനം. കാരണം പ്രകൃതിയിൽ സംഭവിക്കുന്നതെല്ലാം പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ചാണ്. അതിൽ പ്രകൃതിയിൽ ശരിതെറ്റുകളില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ മനസ്സിലാണ് ധർമ്മബോധവും ശരിയും തെറ്റുമൊക്കെ. പ്രകൃതിക്ക് പ്രകൃതിയുടെ ആയിട്ടുള്ള ഒരു ഒഴുക്കുണ്ട്. അതിൽ പ്രകൃതി അതിന്റെ ധർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കും. പ്രകൃതിയുടെ ഒരു ഘടകം ഒരു ധർമ്മലംഘനം നടത്തിക്കഴിഞ്ഞാൽ ആ ധർമ്മ ലംഘനത്തെ ബാലൻസ് ചെയ്തുകൊണ്ട് അത് വീണ്ടും ധർമ്മമാക്കി മാറ്റുവാനുള്ള സവിശേഷമായ ഒരു സങ്കേതം പ്രകൃതിയുടെ കയ്യിലുണ്ട്. ആ സങ്കേതം അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇതിന്റെ അകത്ത് കയറിയിട്ട് നമ്മുടെ യുക്തിയും നമ്മുടെ വിചാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ മാറ്റി വേറെന്താണെന്ന് വിധിക്കുന്നത്. അപ്പൊ ഈ വിധിയെഴുത്തിന്റെ ഏറ്റവും പ്രധാന പരിമിതി എന്താന്ന് വെച്ചാൽ അത് അപൂർണ വിവരങ്ങളുടെ ഒരു സ്വാധീനം നമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാമാണ് അതിനെ ഗണിക്കുന്നത്, അല്ലെ? മുൻവിധിയുടെ ഒരു ഇടപെടലുണ്ട്. പ്രീ ജഡ്ജ്മെന്റിന്റെ ഒരു ഇടപെടൽ അതിനകത്ത് വരുന്നുണ്ട്. പലപ്പോഴും ഇത് വ്യക്തിയെ ആ സംഭവവുമായിട്ട് കൂട്ടിക്കലർത്തിയാണ് നമ്മൾ എടുക്കുക. അതുകൊണ്ടാണ് മുൻവിധിക്കാൻ നമുക്ക് കഴിയുന്നത്. ആ വ്യക്തിയെ നമുക്കറിയാം. അപ്പോ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായിട്ട് ചേർത്ത് കണക്ട് ചെയ്ത് നമ്മളതിനെ ഇങ്ങനെ ഒരു അവിയൽ പരുവത്തിലാക്കി തീർക്കും. അപ്പോൾ ഈ വ്യക്തിയെ കുറിച്ചുള്ള നമ്മുടെ ധാരണകള് വർത്തമാനത്തിൽ എത്തി നിൽക്കുന്ന കാര്യത്തിന്റെ പൂർണ്ണ വിവരങ്ങളല്ലാതെ അപൂർണമായ വിവരങ്ങളുടെ ഒരു സ്വാധീനം, ഇതെല്ലാം കൂടെ ചേർക്കുന്ന സമയത്ത് അവിടെ തെറ്റിദ്ധാരണ ഉണ്ടായി വരും. തെറ്റിദ്ധാരണ അവിടെയല്ല ഉണ്ടായി വരുന്നത്, നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരും. ആ തെറ്റിദ്ധാരണയാണ് ഈ മറ്റേ വിധിയെഴുത്ത് എന്നുള്ളതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അല്ലെങ്കിൽ വിധിയെഴുത്ത് ആ തെറ്റിദ്ധാരണയാണ് ഉണ്ടാക്കുന്നത്.
ഇവിടെയാണ് അവിധിയുടെ പ്രാധാന്യം. അവിധിയുടെ സമീപനം എങ്ങനെയാന്ന് വെച്ചാല്, അത് ആര് തന്നെ ആയിക്കോട്ടെ, ആ വ്യക്തിയെ ആദരവോടെ കാണുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചത് അതാണ്. ആദരവോട് കാണുക എന്നുള്ളതാണ്. അവിധി ആദരവോടെ കാണുന്നവരിലേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ സമഗ്രമായ വീക്ഷണമുള്ളവർക്കാണ് അവിധിയോടെ നിൽക്കാൻ കഴിയുക. സാഹചര്യങ്ങളെ സമഗ്രമായി കാണുക എന്നുള്ളത്. അതെന്തെന്ന് കേൾക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാവും, അതിനെ തിരിച്ചറിയാനുള്ള ഒരു ഓപ്പണിംഗ് നമ്മളിൽ ഉണ്ടാവും. മാത്രമല്ല, നാം എന്തു ചെയ്യുമ്പോഴും ആ പ്രതികരണം എന്നുള്ളത് ജാഗ്രതയോടെ ആകണം എന്നുള്ള തീരുമാനമുള്ളവരിലാണ് ഇത് സംഭവിക്കുക. നമ്മൾ എന്ത് കയറി പ്രതികരിക്കുന്നതിന് മുമ്പും നമുക്കൊരു ജാഗ്രത ആവശ്യമാണ്. അവിടെ എന്താണ് പറഞ്ഞത് അത് നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ആ സാഹചര്യങ്ങളെ ആ പറഞ്ഞതിന്റെ മുമ്പും പിമ്പും ഒക്കെയായിട്ട് ചേർന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം ഒരാൾ പറയുകയാണ്, അല്ലെ ഒരാൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ ആദരവോടെ കാണേണ്ടതുണ്ട്. അവിടെ അയാൾ ചെയ്യാൻ കാരണമായതിന്റെ പുറകിൽ ഒരു കാരണമുണ്ട്. അതങ്ങനെ സംഭവിച്ചത് വെറുതെയല്ല. പ്രകൃതിയിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കും. അല്ലാതെ അറിഞ്ഞു കയറി ആരെങ്കിലും കുറ്റം ചെയ്യണം, തെറ്റ് ചെയ്യണം, കുഴപ്പമുണ്ടാക്കണം എന്ന രീതിയിൽ ആരും ചെയ്യുകയില്ല. കുഴപ്പമുണ്ടാക്കണം എന്ന പേരിൽ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ പുറകിൽ ഒട്ടേറെ പശ്ചാത്തലങ്ങൾ ഉണ്ടായിരിക്കും. ഇത് സമഗ്രമായി ബോധ്യപ്പെടാൻ കഴിവുള്ളവർക്കാണ്, അതെന്ത് എന്ന് ബോധ്യപ്പെടാൻ സന്നദ്ധതയുള്ളവർക്കാണ് ഈ ജാഗ്രതയോടുകൂടി പ്രതികരിക്കാൻ കഴിയും. അതിനെയാണ് അവിധി എന്ന് പറയുക. വിധിക്കാതിരിക്കുക. വിധിക്കാതിരിക്കാൻ വെറുതെ ഒന്നും മിണ്ടാതിരിക്കുക, ഒന്നും ചിന്തിക്കാതിരിക്കുക എന്നുള്ളതല്ല. ഈ അവിധി എന്ന് പറയുന്നത് അതിന് സാക്ഷ്യപ്പെടലാണ്. നമ്മളെ മുമ്പിലുണ്ടായ ഒരു കാര്യം ഉണ്ടല്ലോ, ആ കാര്യത്തോട് സാക്ഷ്യപ്പെടലാണ്. അവിടുത്തെയും ഇവിടുത്തെയും വികാരങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു ബോധം അവിധിയിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ചിന്തകളെ തിരിച്ചറിയുന്ന ഒരു ജാഗ്രത അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. ഈ ഉടനടി പ്രതികരിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉള്ള ആളുകളുടെ ഒരു സ്വഭാവമാണ്. ഉടനടി പ്രതികരിക്കുക. അത് പലപ്പോഴും ജീവിതത്തിന്റെ പാകം വരാത്തവർക്കാണ് ഈ ഉടനടി പ്രതികരണം എന്നുള്ളത്. ഉടനടി പ്രതികരിക്കുന്ന ഒരു മനസ്സ് എന്ന് പറയുന്നത്, മുമ്പിൽ ആരെന്തു പറഞ്ഞാലും ഉടനെ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുക എന്നുള്ളത്, അത് കേൾക്കാനുള്ള സന്നദ്ധത നമുക്കില്ല. നമ്മുടെ ഉള്ളിൽ സ്വീകാര്യതയില്ല. നമ്മുടെ ഉള്ളിൽ അത് ഉള്ളിലേക്ക് എടുക്കാനുള്ള ആ ഒരു ശൂന്യ സ്ഥലമില്ല. ആ പറയുന്നതാണെങ്കിലും ശരി, അനുഭവിക്കുന്നതാണെങ്കിലും ശരി, നമ്മളിപ്പോ മുന്നിൽ വന്ന സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലോ അതെന്ത് തന്നെയാണെങ്കിലും അതിന് എന്തെന്ന് സമഗ്രമായി കാണുവാനുള്ള മനസ്സ് നമുക്കില്ലാത്തതാണ് പ്രശ്നം. അപ്പോ അവിധിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഉടൻ പ്രതികരിക്കാത്ത മനസ്സാണ്. അത് നിശ്ചേഷ്ടമായ ജഡാവസ്ഥയിലുള്ള ഒരു മനസ്സല്ല. എന്തെന്നറിഞ്ഞ് പാകത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി, ചാടി തീരുമാനമെടുക്കാനുള്ള ഒരു വഴി പോകാതിരിക്കുക. അപ്പോഴാണ് തെളിഞ്ഞ തീരുമാനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരിക. ഈ തെളിഞ്ഞ തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള വഴിയാണ് അവിധി എന്ന് പറയുന്നത്. ഇത് പലയിടങ്ങളിൽ നമുക്ക് പ്രയോഗിക്കാം. അപ്പൊ ബന്ധങ്ങളിലെ അവിധി, ബന്ധങ്ങളിൽ ഇപ്പൊ ഞാനും എന്റെ സുഹൃത്തും അല്ലെങ്കിൽ എന്റെ ഇണയും അല്ലെങ്കിൽ എന്റെ മക്കളും അല്ലെങ്കിൽ എന്റെ അയൽക്കാരനും തമ്മിലുള്ള ബന്ധം, ഞാൻ അവരെ അവിധിയിലൂടെയാണ് കൊണ്ടുവന്നത്. വിധിക്കുന്നില്ല എന്നിരിക്കട്ടെ, അത് വിശ്വാസം വളർത്തുന്ന സമീപനമാണ്. ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുന്നു, അതെന്തെന്ന് മനസ്സിലാക്കുന്നു, അത് കേൾക്കാനുള്ള ഇത് കൊടുക്കുന്നു. അത് മുഴുവൻ കേട്ടതിന് ശേഷം അതിനൊരു ചെറിയ അപാകമില്ലേ എന്ന രീതിയിൽ നമ്മൾ ആ കാര്യത്തെ ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. അത് വിശ്വാസത്തെ വളർത്തുകയാണ് ചെയ്യുക. സത്യത്തിൽ അതിനെ അംഗീകരിക്കുക, ആ വ്യക്തിയെ, ആ സാഹചര്യത്തെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഈ അവിധി നടപ്പിലാവുകയുള്ളൂ. അപ്പൊ ആ ബന്ധങ്ങളെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് ഈ അവിധി നടപ്പിലാക്കാൻ പറ്റുക. അല്ലെങ്കിൽ അവിധി നടപ്പിലാക്കുന്ന സമയത്ത് അവിടെ അംഗീകാരത്തിന് ഇടം നൽകുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് തന്നെ തെറ്റുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് തിരുത്താനുള്ള അവസരമുണ്ട്. നമ്മൾ ഒരാളൊരു കാര്യം പറയുന്നു, അതെന്തെന്ന് മുഴുവൻ കേട്ടിട്ട് ഒരാളൊരു കാര്യം ചെയ്യുന്നു, അത് മുഴുവനായിട്ടും മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇടപെടുകയാണെങ്കിൽ അവിടെ വരുന്ന തെറ്റുകളെ തിരുത്താനുള്ള ഒരു അവസരമുണ്ട്. അതേസമയം ആദ്യം തന്നെ നമ്മൾ വിധിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. അവിടെ നമ്മൾ അതിനെ, ആ വ്യക്തിയെ, ആ സാഹചര്യത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അതിനെ ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പതുക്കെ അതിനെ തിരുത്ത ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. അത് മുഴുവൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് പറഞ്ഞാലോ, ആവശ്യമുണ്ടെങ്കിൽ പോലും തിരുത്താൻ കഴിയില്ല.
അവിധിയുടെ ഒരു അല്ല വിധിക്കലിന്റെ ഒരു വലിയ പ്രോബ്ലം അവിടെയാണ് കിടക്കുന്നത്. അത് മാറ്റപ്പെടേണ്ടതാണെങ്കിൽ പോലും നമുക്ക് മാറ്റാൻ കഴിയില്ല. അപ്പോ നോൺ ജഡ്ജ്മെന്റൽ ആവുക എന്നുള്ളത് ഈ നമ്മുടെ മൂല്യബോധവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ധർമ്മബോധം, ഈ ധർമ്മബോധത്തെ മുൻനിർത്തിയാണ് നമ്മൾ വിലയിരുത്തുക സാധാരണ. ഈ ധർമ്മബോധം എന്നുള്ളത് എന്താണ്? അത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഈ മുന്നിലുള്ള വ്യക്തി, മുന്നിലുള്ള സാഹചര്യം, ഇതിനെ ഞാൻ എന്ന ആ സമ്പൂർണ്ണ സത്തയുടെ ഭാഗമായി നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ? ആ സമഗ്രമായ ആ ഒരു ഇൻക്ലൂസീവ്നെസ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പറ്റിയ ധർമ്മച്യുതിയെ, ധർമ്മ വ്യതിയാനത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ധർമ്മം എന്ത്, പൊതുവായ ധർമ്മം എന്ത് എന്നുള്ളതിനെ മനസ്സിലാക്കി, എന്റെ ധർമ്മവും പ്രകൃതിയുടെ ധർമ്മവും എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ അതിനെ ഇടപെടുന്നതെങ്കിൽ നമുക്കതിന് കൃത്യമായിട്ട് ഇടപെടാൻ പറ്റും. അവിടെ തിരുത്തൽ ആവശ്യമുണ്ടെങ്കിലോ വ്യതിയാനം ആവശ്യമുണ്ടെങ്കിലോ ഒക്കെ നമുക്കത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അവിടെ ഇപ്പൊ മൂല്യബോധം എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് ആവശ്യമുണ്ട്. വ്യക്തിയെ, നമ്മുടെ മുമ്പിൽ കാണുന്ന വ്യക്തിയെ കുറ്റത്തിൽ നിന്നും വേർതിരിച്ച് കാണാൻ, ഒരു കുറ്റം ചെയ്തു, അയാൾ കുറ്റവാളിയാണ് എന്ന് കാണുന്നതിന് പകരം അയാൾ ചെയ്ത പ്രക്രിയയിൽ ഒരു ചെറിയ അപാകമുണ്ട് എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ആ അപാകം ചിലപ്പോൾ വലിയ അപാകമായിരിക്കാം, എങ്കിൽ പോലും അത് അപാകമാണ്, വ്യക്തിയിലല്ല ആ പ്രവൃത്തിയിലാണ് അത് വന്നത് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മൂല്യബോധം ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ കരുണയും നീതിയും സന്തുലിതമാവുക. അങ്ങനെയാണ് നമുക്ക് സമഗ്രമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയും. അപ്പൊ മൂല്യബോധം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോ ഒളിമ്പസ് ഇതിനെ പറയുന്നത് ഇങ്ങനെയാണ്: നിരീക്ഷണം എന്നുള്ളത് വിധിക്കലിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അതാണെന്ന് വിധിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് നിരീക്ഷണം. ഒരുപക്ഷെ വിധിക്ക് പ്രസക്തിയേ ഇല്ല എന്നുള്ള രീതിയിൽ ആ നിരീക്ഷണം നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ ആ നിരീക്ഷണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ബോധം, ആ ബോധം നമ്മുടെ പ്രതികരണത്തെ കൃത്യമായിട്ട് നയിക്കും. നമുക്ക് മൂല്യബോധമുണ്ടെങ്കിലോ അപ്പോ ഈ പ്രതികരണത്തിലെ തീരുമാനമുണ്ട്, ആ തീരുമാനത്തെ ട്രാൻസ്പെറന്റ് ആക്കും, പ്യുവർ ആക്കും, അല്ലെങ്കിൽ അതിനെ ശുദ്ധമാക്കിയെടുത്തു. അങ്ങനെ വരുന്ന സമയത്ത് പാരസ്പര്യം എന്ന് പറയുന്നത് ഉണ്ടാവും. ഞാൻ ആ മുന്നിലുള്ള സാഹചര്യത്തോട് ഇഴചേർന്ന് നിന്നുകൊണ്ടാണ് ഞാൻ അതിൽ ഇടപെടുന്നത് എന്നുള്ളൊരവസ്ഥ. അതിനെ വിധിക്കാതിരിക്കുന്ന സമയത്ത് ആ പാരസ്പര്യം ഉണ്ടാവണം. പാരസ്പര്യം ബന്ധങ്ങളെ സ്വാഭാവികമായിട്ടും വളർത്തും. ഈ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഈ ഇടപെടലാണ് സത്യത്തിൽ സഹജീവനം എന്ന് പറയുന്ന ഒരവസ്ഥയെ, സിംബയോട്ടിക് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ ഒരു ഒഴുക്ക് ഇങ്ങനെയാണ്. അത് ആദ്യം ഈ മുൻവിധി എന്നതിൽ നിന്നും മാറിയിട്ട് നമ്മൾ ജാഗ്രതയിലേക്ക് പോകണം, ശ്രദ്ധയിലേക്ക്. ജാഗ്രതയിൽ നിന്നും നമ്മൾ അതിനെ മനസ്സിലാക്കൽ എന്താണെന്ന് മനസ്സിലാക്കലിലേക്ക് പോകണം. മനസ്സിലാക്കലിൽ നിന്നും അതിനെ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകണം. അംഗീകാരത്തിൽ നിന്നും അതിനെ അല്ലെങ്കിൽ സാഹചര്യത്തെ വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകണം. ആ വിശ്വാസത്തിൽ നിന്നും സമാധാനത്തിലേക്ക് പോകണം. ഇത് എന്റെ മാത്രം പ്രക്രിയയല്ല, ഞാനും അയാളും ഞാനും ആ സാഹചര്യവും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ കാര്യത്തിലാണ്. ഈ വിധത്തില് നമ്മൾ ആ സമാധാനത്തിലേക്ക് എത്തണമെങ്കിൽ, ശാന്തിയിലേക്ക് എത്തണമെങ്കിൽ, പാരസ്പര്യത്തിലേക്ക് എത്തണമെങ്കിൽ, സഹധർമ്മത്തിലേക്ക് എത്തണമെങ്കിൽ ജഡ്ജ്മെന്റ് എന്നുള്ളത് അവിടെ ഒരു വിലങ്ങുതടിയാണ്. അവിടെ അത് വർത്തമാനത്തിലെ ജഡ്ജ്മെന്റ് ആണെങ്കിലും പ്രീ ജഡ്ജ്മെന്റ് ആണെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ അത് ഒരു അപകടമാണ്. പകരം വിധിക്കാതെ കാര്യങ്ങളെ കാണുക, ജാഗ്രതയോടെ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, അംഗീകരിക്കുക, വിശ്വസിക്കുക, സമാധാനത്തിലേക്ക് ചെല്ലുക. അങ്ങനെ ചെല്ലുവാനുള്ള അവിധി അതൊരു മൂല്യമായി തന്നെ നിങ്ങളിൽ ഉണർന്നു നിൽക്കട്ടെ. അത് ഈ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് അത് കൂടുതൽ മൂല്യവത്താകുക. ഈ മൂല്യവത്താകുന്നത് ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ, ഈ തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്